മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യവും വാർദ്ധക്യം ഉൾക്കൊള്ളാനാവാത്ത പുതുതലമുറയുടെ മനോഭാവവും നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു കവിതയാണ് അമ്മത്തൊട്ടിൽ. അമ്മത്തൊട്ടിൽ എന്ന കവിത വായിച്ചുവല്ലോ. കവിതയുടെ സാരം ഏതാണ്ടൊക്കെ നമ്മൾ ഗ്രഹിച്ചിട്ടും ഉണ്ടാവാം അല്ലേ? അപ്പോൾ നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. അപ്പോൾ ഇത് അമ്മത്തൊട്ടിൽ, സാധാരണ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്നതിൽ ആരെയാണ് കിടത്തുക? നമുക്കറിയാം അല്ലേ? അനാഥമാകുന്ന ബാല്യം ഏറ്റുവാങ്ങപ്പെടുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു അത്താണി എന്നൊക്കെ പറയാം അമ്മത്തൊട്ടിൽ അല്ലേ? കുട്ടികൾക്ക് വേണ്ടി ഉള്ളതാണ്. എന്നാൽ ഇവിടുത്തെ ഈ അമ്മത്തൊട്ടിൽ ഒരു മകൻ അമ്മയ്ക്ക് വേണ്ടി അമ്മത്തൊട്ടിൽ അന്വേഷിക്കുന്നതാണ്. അതായത് ഇവിടെ ഒരു കുട്ടിയെ അല്ല, ഒരു അമ്മയെ, അനാഥമായി തീർന്ന, അല്ലെങ്കിൽ നാഥനുണ്ടായിട്ടും അനാഥത്വം പേറേണ്ടി വരുന്ന ഒരു വൃദ്ധ മാതാവിനെ അമ്മത്തൊട്ടിലിൽ ആക്കുവാൻ ശ്രമിക്കുന്ന ഒരു പുത്രൻ്റെ കഥയാണ്. ഒരു പുത്രൻ സ്വന്തം അമ്മയെയും കൊണ്ട് അമ്മത്തൊട്ടിലേക്ക്, അല്ലെങ്കിൽ അമ്മയ്ക്ക്, അനാഥത്വം പേറുന്നവർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു അമ്മത്തൊട്ടിലിനെ ആശ്രയിക്കുവാനായി ശ്രമിക്കുന്ന കഥയാണ് ഇവിടെയുള്ളത്. ഇതിലെ ആദ്യത്തെ വരികൾ പിൻസീറ്റിലെത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങി ഇരുന്നമ്മ. പിൻസീറ്റിൽ എത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ടും, ഇവിടെ നമ്മുടെ അമ്മ മകൻ്റെ കാറിൻ്റെ പിൻസീറ്റിലാണ് അല്ലേ? പിൻസീറ്റിൽ എത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ടും, അമ്മയെ സീറ്റിൽ മകൻ വളരെ ശ്രമപ്പെട്ട് നേരെ ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങിയിരുന്ന അമ്മ ദാ കിടക്കുന്നു. വീണ്ടും നോക്കുമ്പോഴെങ്ങനെയായിരിക്കുന്നത്? ഓരം ചെരിഞ്ഞ്, ഒരു വശത്തേക്ക് ചെരിഞ്ഞ് മടങ്ങി ഇരിക്കുകയാണ്. മകൻ നേരെ ഇരുത്താൻ ശ്രമിച്ചു, പക്ഷേ ആ അമ്മ വീണ്ടും ചെരിഞ്ഞു മടങ്ങിക്കൂടി ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ ആ ഒരു അമ്മയുടെ അവസ്ഥ നമ്മുടെ മനോമുകുരത്തിൽ എത്തണം അല്ലേ? ആ അമ്മ ആരോഗ്യവതിയാണോ? അല്ല. ദുഃഖിതയാണോ? ആണ്. അപ്പോൾ ദുഃഖിതയും അനാരോഗ്യം സമ്പാദിച്ച ബുദ്ധിമുട്ടുകളും ഒക്കെയുള്ള, അതും പ്രായത്തിൻ്റെ വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരമ്മയാണ്. ആ അമ്മയെ മകൻ പിൻസീറ്റിലിരുത്തി കൊണ്ടുപോകുക എവിടേക്ക് നമുക്കൊരു പിടിയും ഇല്ല. ഓരം ചെരിഞ്ഞു മടങ്ങി ഇരുന്നമ്മ. നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ, കൈകൾ വെറും ഉണങ്ങിയ ചുള്ളികളോടാണ് താരതമ്യപ്പെടുത്തുന്നത്. ആ അമ്മയുടെ കൈകൾ വെറും ഉണങ്ങി വരണ്ട ഇരിക്കുന്ന ചെറിയ ചുള്ളികൾ, ആ അവസ്ഥയാണ് അമ്മ. ആ വെള്ളം വറ്റി വരണ്ട് ഇരിക്കുന്ന ഉണക്ക കമ്പ് പോലെ ആയിട്ടുള്ള ആ കൈകൾ നീരാതെ നിവരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അമ്മയുടെ കൈകൾ ആ മടങ്ങിയ പാട് മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ഇരിപ്പിൻ്റെ ഒരു വാങ്മയ ചിത്രം നമുക്ക് കിട്ടുന്നുണ്ട്. എന്താ വാങ്മയ ചിത്രം എന്ന് പറഞ്ഞാൽ? വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുക. ഇവിടെ ഒന്ന് നോക്കിക്കേ. പിൻസീറ്റിലെത്രയ്ക്ക് നേരെ ഇരുത്തിയിട്ടും ഓരം ചെരിഞ്ഞു മടങ്ങി ഇരുന്നമ്മ. നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അമ്മയുടെ ഇരിപ്പ് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമ്മൾ കണ്ടു. പിൻസീറ്റിൽ നേരെ ഇരുത്തി, പക്ഷേ അമ്മ അപ്പോഴും ചരിഞ്ഞാണ് ഇരിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ അമ്മ ചരിഞ്ഞ് കൂനിക്കൂടിയിരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. അമ്മയുടെ മാറിലേക്ക് അമ്മയുടെ കൈകൾ നിവരാതെ മടങ്ങിയ പാട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വച്ചിരിക്കുന്ന കൈകൾ എങ്ങനെയാ? നല്ല വെള്ളം വറ്റി വരണ്ടുണങ്ങിയ വിറക് കൊള്ളി പോലെയാണ്. അപ്പം അമ്മയുടെ ഏതാണ്ടൊരവസ്ഥ നമുക്ക് പിടികിട്ടി. അമ്മയുടെ ഇരിപ്പും പിടികിട്ടിയല്ലോ. അടുത്ത വരി നോക്കിക്കേ. എങ്ങോട്ടു പോകുന്നുവെന്നു ചോദിച്ചില്ല എന്തിനെന്നും, പക്ഷേ കണ്ണുകൾ
കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണമായി. പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ടടച്ചു അവർ തുറന്നു. ഏറെ പണിപ്പെട്ട്, കണ്ണ് ഏറെ പണിപ്പെട്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട്. അനക്കമുണ്ടല്ലേ. എങ്ങനെയുള്ള കണ്ണുകൾ? പാടയും പീളയും മൂടിയ കണ്ണുകൾ പാടയും പീളയും മൂടിയ കണ്ണുകൾ. അവരുടെ ആ വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകൾ, ആ വൈഷമ്യങ്ങൾ, അവർ അനുഭവിക്കുന്ന ക്ഷീണം, ബുദ്ധിമുട്ട് എല്ലാം ഉണ്ട് ഈ വരികളിൽ. ആ കണ്ണുകളുടെ അവസ്ഥ തന്നെ എങ്ങനെയുള്ള കണ്ണുകൾ? ഓരോ വരി പുറകോട്ട് നോക്കി. മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണമായി. പഴകിയ പിഞ്ഞാണം അത് പഴകിക്കഴിയുമ്പോൾ എന്ത് നിറമാണ്? ഒരു മഞ്ഞപ്പാണ് അതിന്. അപ്പോൾ വാർദ്ധക്യം കൊണ്ട് വൃദ്ധയായ ആ അമ്മയുടെ കണ്ണുകൾക്ക് ഇപ്പോൾ നല്ല തെളിഞ്ഞ നിറമൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. കണ്ണുകളൊക്കെ ഒരുമാതിരി മഞ്ഞ നിറത്തിൽ, പാടയും പീളയും ഒക്കെ അടിഞ്ഞ് എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അവർ. ആ കണ്ണുകൾ നമുക്ക് വിളിച്ച് പറയുക, ആ കണ്ണ് അവർക്ക് തുറക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഏറെ പണിപ്പെട്ട് അടച്ചു തുറന്നു അവർ. ഏറെ പാടുപെട്ടാണ് കണ്ണും അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് പോയി നോക്കി, അതിൻ്റെ മുകളിലത്തെ വരി, എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചില്ല. അപ്പോൾ കാറിൻ്റെ പിൻസീറ്റിലാണല്ലോ അമ്മ. മകൻ കാറിൽ അമ്മയെ എടുത്തിരുത്തി നേരെയൊക്കെ ഇരുത്തി. പക്ഷേ മോനോട് അമ്മ ചോദിച്ചോ? എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചില്ല. എന്തിനെന്നും അതും ചോദിച്ചില്ല. നീ എന്നെ എവിടെ കൊണ്ടുപോകുന്നു? എന്തിനാ കൊണ്ടുപോകുന്നത്? ഇതൊന്നും ഈ അമ്മ ചോദിച്ചിട്ടില്ല. പക്ഷേ കണ്ണുകൾ അവരുടെ കണ്ണുകളിൽ അവരെ കൊണ്ടുപോകുന്നത് ഒരു സന്തോഷകരമായ കാര്യത്തിനല്ല എന്നും അവർ അനുഭവിക്കാൻ പോകുന്ന തീവ്ര ദുഃഖത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഈ യാത്രയെന്നും ഒക്കെ ആ അമ്മയുടെ കണ്ണുകൾ വിളിച്ചു പറയുന്നുണ്ട്. കണ്ണുകളാണെങ്കിൽ മങ്ങിപ്പഴകിയ പിഞ്ഞാണം പോലെ വിളറിയ നിറവുമായി പാടയും പീളയുമൊക്കെ മൂടി ആകെപ്പാടെ വാർദ്ധക്യത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരമ്മയാണത് എന്ന്, ഒരു സൗഭാഗ്യത്തിലും ജീവിക്കുന്ന അമ്മയല്ല അതെന്ന് അവരുടെ കണ്ണുകളുടെ വർണ്ണന, അവരുടെ കൈകളുടെ വർണ്ണന, അവരുടെ ഇരിപ്പിൻ്റെ വർണ്ണന, ഇതിൽ നിന്നെല്ലാം നമുക്ക് വളരെയേറെ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ വളരെ ദൈന്യത നിറഞ്ഞ ഒരു വൃദ്ധയുടെ ഒരവസ്ഥ, ആ അവസ്ഥയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ കാണുന്നത്. അതായത് നിസ്സഹായിയായ ഒരമ്മ ആ മകനാണ് അമ്മയെ കൊണ്ടുപോകുന്നത്. ആ മകനോട് നീ എന്നെ എവിടെ കൊണ്ടുപോകുന്നു എന്ന് പോലും ചോദിച്ചില്ല. ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഒരമ്മ അനുഭവിക്കുന്ന മാനസിക പീഡകൾ, അതൊക്കെയാണ് ഈ വരികളിൽ വർണ്ണിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ലോകത്തിൽ ബാഹ്യ സൗന്ദര്യങ്ങളിൽ ഭ്രമിച്ച് നടക്കുന്ന നാം ഒന്നും ഇതുപോലെയുള്ള ചില അവസ്ഥകൾ കാണാറില്ല, ചില ആളുകളെ കാണാറില്ല. എന്നും നമ്മൾ ഇതുപോലെയൊക്കെ തന്നെ ആകുമെന്നായിരിക്കാം ചെറുപ്പക്കാരുടെ വിചാരം. പക്ഷേ വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു വൻകടൽ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കണം. അല്ലെങ്കിൽ ചിന്തിപ്പിക്കാൻ ശേഷിയുള്ള കവികളും കലാകാരന്മാരും നമ്മുടെ ലോകത്തുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ലോകം ഇത്രയെങ്കിലും നേരായ രീതിയിൽ പോകുന്നത് എന്ന് സാരം.